നമസ്കാരം പ്രിയപ്പെട്ട ആയില്യം നക്ഷത്രക്കാരെ. അപ്പോൾ 2025 നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള 2025 വർഷഫലം. ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒന്നറിയണം, ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക. നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ സുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും. ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും. അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത്. 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്ന് ഒരു ഉത്കണ്ഠ നിങ്ങൾക്കുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പ്രതീക്ഷാ നിർഭരമായിട്ടാണ് ഒരു പുതുവർഷത്തെ കാണേണ്ടത്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നമുക്ക് കുറേയധികം പുതുമയുള്ളതും ശോഭനമായിട്ടുള്ളതും ഭാവിയെ നന്നാക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെന്നാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് 2025 വർഷത്തിലെ ആയില്യ നക്ഷത്രക്കാരുടെ ഗുണാനുഭവങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് പരിശോധിക്കാം. 2025 വർഷം ജനുവരി മാസം 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 31 വരെയുള്ള കാലയളവ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. കിട്ടുകയില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ കൈവെള്ളയിൽ വന്നു ചേരാൻ കഴിയും. തൊഴിൽ ആവശ്യത്തിനു വേണ്ടി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. പക്ഷേ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജോലിഭാരം കുറച്ച് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്നവർ അവരുടെ വാസസ്ഥാനത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. പുതിയ വീട്, പുതിയ വാഹനം, പുതിയ ഫ്ളാറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണമൊക്കെ ഇറക്കാൻ അങ്ങനെയുള്ള സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഈ കാലയളവിൽ നല്ലത്. മാത്രമല്ല, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടും അത്ര ശുഭകരമായിട്ടുള്ള കാലഘട്ടമല്ല ആയില്യം നക്ഷത്രക്കാർക്ക്. കലാമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നതാണ്. എന്നാൽ നാടകം, നൃത്തം തുടങ്ങിയ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് തിരിച്ചടികളും ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. സിനിമ, സാഹിത്യം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ കൂടുതലായിട്ടുള്ള അവസരങ്ങളും കൈവരുന്നതാണ്. പാമ്പുള്ള പ്രദേശത്ത് കൂടിയുള്ള സഞ്ചാരം പരമാവധി ചുരുക്കുക. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് അത്തരം ഇടവഴികളിലൂടെയുള്ള സഞ്ചാരത്തിൽ ജാഗ്രത പുലർത്തുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മത വേണം. ചിട്ടി, തട്ടിപ്പ്, അങ്ങനെയുള്ള പണം ഇരട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളിലൊക്കെ ചെന്ന് തലവച്ച് ധനം നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയതൊക്കെ അനുഭവവേദ്യമാകുന്നതാണ്. അയൽവാസികളുമായിട്ട് ചില തർക്കങ്ങൾക്ക് കാരണമുണ്ട്. മാത്രമല്ല, കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ മറ്റൊരാളുടെ ഇടപെടൽ മൂലം നമുക്ക് കൈവന്നു ചേരുന്നതാണ്. നമ്മുടെ കാര്യക്ഷമത, സദ്ഗുണം മുതലായവയ്ക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭ്യമാകുന്നതാണ്. ജോലിഭാരം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള മാർഗങ്ങൾ വർഷത്തിന്റെ മധ്യത്തോടുകൂടി നമ്മൾ കൈവരിക്കുന്നതാണ്. പുതിയ ബിസിനസ്സുകളിൽ ഏതെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുന്നവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയുടെയൊക്കെ ആനുകൂല്യം
ആനുകൂല്യം ഒന്ന് നോക്കിക്കൊണ്ട് വേണം ബിസിനസ്സുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കേണ്ടത്. ചില ബിസിനസ്സുകളിൽ തിരിച്ചടികൾ ഉണ്ടാവാം എന്നൊരു സൂചന കാണിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ബുദ്ധിപരമായ ചില നീക്കങ്ങളിലൂടെ നമ്മുടെ സമ്പത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഒരു മറുമരുന്ന് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനും ഇതുമൂലം സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 2025 വർഷത്തിലെ ആയില്യം നക്ഷത്രക്കാർക്ക് സാമാന്യമായിട്ടുള്ള ഒരു വിവരണമാണ് കിട്ടിയത്. ഗുണങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങളായി മാറട്ടെ. ദോഷങ്ങളായിട്ട് വരുന്നത് തട്ടിയൊഴിഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ടാവട്ടെ. അതിന് ഈശ്വരാധീനമായ ചില കടാക്ഷങ്ങളൊക്കെ വേണ്ടിവരും. അതിനു വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര, പിൻവിളക്ക് എന്നിവ നടത്തുകയും ഭദ്രകാളി ക്ഷേത്രത്തിലെ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി കഴിക്കുകയും വനദുർഗാദേവിക്ക് നാരങ്ങമാല നവമി തോറും 5 മാസം നടത്തുകയും ശിവന് ഭസ്മാർച്ചന ചെയ്യുകയും അഘോര യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. നമസ്കാരം.